അപ്പോൾ നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു. അത് ഇന്ന് എടുക്കാറായി. നമുക്കത് നോക്കാം. കണ്ണിമാങ്ങ ഉപ്പിലിട്ടിരുന്ന ഡപ്പി എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം. ഡപ്പിയെല്ലാം തുറന്നു നോക്കിയപ്പോൾ ഇതാണ് കണ്ണിമാങ്ങയുടെ അവസ്ഥ. കണ്ണിമാങ്ങയെല്ലാം നല്ല ചുക്കി ചുളിഞ്ഞ് വന്നിട്ടുണ്ട്. അച്ചരടാൻ പരുവമായി. അത് നമുക്ക് ഈ ഡപ്പിക്കകത്ത് വെള്ളം ഊറ്റി മാറ്റാം. വെള്ളമെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് കണ്ണിമാങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ണിമാങ്ങ എല്ലാം നല്ല ചുക്കി ചുളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പരുവായിട്ടുണ്ട് അച്ചരടാൻ. നമുക്ക് സ്റ്റവ് കത്തിച്ച് ചട്ടി തീയിൽ വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞങ്ങൾ നല്ലെണ്ണ അല്ല ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇവിടെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് വെച്ചോണ്ടിരിക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യണം. എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളകുപൊടി മൂത്ത് വന്നതിന് ശേഷം ഉലുവായും കടുകും കൂടെ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കാം. മുളകുപൊടിയെല്ലാം കണ്ണിമാങ്ങ പിടിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. മുളകുപൊടിയെല്ലാം ശരിക്കും കണ്ണിമാങ്ങ പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ശരിക്കും ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. കണ്ണിമാങ്ങ വെന്ത് പോകാൻ പാടില്ല. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ ഉപ്പ് നമുക്ക് പരുവത്തിലാക്കിയെടുക്കാം. നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഡപ്പിയിലേക്ക് മാറ്റാം. ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഡപ്പിയിലേക്ക് മാറ്റാം. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളാംശമൊന്നും ഇല്ലാത്ത ഡപ്പി എടുക്കുക. ഇത് അടച്ച് ഭദ്രമാക്കി വെക്കാം. ആദ്യം അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്കൊരു തുണിയിട്ട് കെട്ടി വെക്കാം. തുണിയിട്ട് കെട്ടിയൊന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത് തീരും. കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയില്ല, നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടോ സംശയമില്ല. ഇതിൽ കുഴപ്പമില്ല, പറ്റിക്കാം.